നമസ്കാരം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പുലിപ്പാറ തടത്തരികത്ത് വീട്ടിൽ ശരണ്യ ഉണ്ണി ദമ്പതികളുടെ 3 വയസ്സായ മകൻ തേജസാണ്. കളിയും ചിരിയുമൊക്കെയായി സദാ ഈ വീട്ടിൽ അവൻ സജീവമാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൻ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ്റെതായ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. എന്നാൽ തേജസിനെയും മാതാപിതാക്കളെയും ഏറെ വിഷമിപ്പിക്കുന്നത് കുഞ്ഞിന് കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല എന്നതാണ്. ട്രീച്ചർ കോളിൻ സിൻഡ്രോം എന്ന അസുഖമാണ് കുട്ടിയെ ബാധിച്ചിട്ടുള്ളത്. വിവിധ പ്രശ്നങ്ങളുണ്ടെങ്കിലും കേൾവിക്കുറവിനായി 8 ലക്ഷത്തോളം രൂപയുടെ ഒരു ഉപകരണമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് വാങ്ങണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം ഇവർക്ക് കൂടിയേ തീരൂ. കുഞ്ഞിന്റെ അസുഖത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ശരണ്യ നമ്മോട് സംസാരിക്കുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, പക്ഷെ അവന് തിരിച്ച് നമ്മളടുത്ത് എങ്ങനെ അത് പറഞ്ഞെന്നുള്ളൊരു ഇത് അറിയില്ല. പുസ്തകങ്ങളെല്ലാം നോക്കും, അതിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും, കളേഴ്സ് എല്ലാം നമുക്ക് കാണിച്ചു തരും. പിന്നെ അവന്റെ രീതിയിൽ നമുക്ക് അതിനെ പറഞ്ഞു തരാം. ആഞ്ഞായാലും എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ സ്കൂളിൽ വിടുന്നുണ്ട് ഞാൻ. സ്കൂളിലും ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ് അവന്. കാരണം നല്ല ഉറക്കെ ടീച്ചർമാർ സംസാരിച്ച് അവനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് 8.5 ലക്ഷം രൂപ വരുന്ന ഒരു ഡിവൈസ്, ബാഹ 6 എന്ന് പറയുന്ന ഒരു ഡിവൈസ് വാങ്ങിച്ച് ഇംപ്ലാന്റ് ചെയ്യാനാണ്. അതായത് ബോൺ കണ്ടന്റ് ഇംപ്ലാന്റേഷനാണ്. ഞങ്ങൾ ഗവൺമെൻറ് വഴിയൊക്കെ എന്തെങ്കിലും നടക്കുമെന്നറിയാൻ വേണ്ടി സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവർക്ക് ചെയ്യാൻ പറ്റൂല. അതായത് അവിടുന്ന് വീക്കർ സെക്ഷനിലാണ് കൊടുത്തത്. അവർക്ക് അതിലുള്ള തരാനുള്ള ഫണ്ടില്ല. അതായത് കരൾ മാറ്റി വയ്ക്കൽ, വൃക്ക, അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾക്ക് മാത്രമേ പൈസ കൊടുക്കാനുള്ളൂ എന്നാണ് പറഞ്ഞത്. ജനിച്ചപ്പോൾ മുതലേ സ്ട്രക്ചർ കോളിൻ സിൻഡ്രോം എന്ന് പറയുന്നൊരു അസുഖമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് 2 ചെവിക്ക് മോനെ കേൾവിക്കുറവുണ്ട്. അതുപോലെ തന്നെ ചെവിയിൽ 2 ചെവിയും ഹോളും ഓപ്പണിംഗ് അല്ല, എല്ലുകൾക്കും വളർച്ചയില്ല. അപ്പോൾ നിഷു ഹോസ്പിറ്റലിലാണ് കാണിച്ചു വരുന്നത് ആക്കുളത്ത്. അവിടെ നിന്നിട്ട് അവരത് RBSK സ്കീമിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കാം എന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് തിരക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ അവിടെ 40ഓളം കേസ് പെൻഡിങ് എന്നാണ് പറയുന്നത്. ആ കേസെല്ലാം കഴിഞ്ഞാലും മോൻ്റെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. ഇനി ഞങ്ങൾ നേരെ ഈ ഫയലുകളെല്ലാം കൂടെ കളക്ടറേറ്റിൽ, തിരുവനന്തപുരം കളക്ടറിനെ പോയി കാണേണ്ടി വരും. സാറും വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് വഴിയൊന്നും നടക്കാതെ വന്നപ്പോഴത്തേക്കും നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇപ്പോൾ നമ്മളതിൻ്റെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് സംഘടനകളെല്ലാവരും കൂടെ സഹായിച്ച് നമുക്കകത്ത് വന്നിട്ടുണ്ട്. ബാക്കി ഫണ്ട് എങ്ങനെ കളക്ട് ചെയ്യണമെന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. കാരണം വേറൊരു വഴിയുമില്ല. ചേട്ടനെന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഓട്ടോ ആ ഒരു വരുമാനത്തിലാണ് നടക്കുന്നത്. പിന്നെ മോന് ആഴ്ചയിലെല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം തെറാപ്പി ഉണ്ട് നിഷു ഹോസ്പിറ്റലിൽ. പിന്നെ ഈ ഡിവൈസ് വാങ്ങി സർജറി ചെയ്താൽ മാത്രമേ മോന് കേൾക്കാനും കഴിയുള്ളൂ. കേൾവി വന്നപ്പോഴത്തേക്ക് മോന് സംസാരവും ക്ലിയർ അല്ല. അതായത് ഒരു 3 വയസ്സിലൊരു കുഞ്ഞ് സംസാരിക്കുന്ന ആ രീതിയിലൊന്നും മോൻ സംസാരിക്കില്ല. ഡിവൈസ് വാങ്ങുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്നാണ്, ബാംഗ്ലൂരുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ഈ ഡിവൈസ് വരുത്തിക്കുന്നത്. അത് വാങ്ങിച്ചാൽ മാത്രമേ സർജറി എന്തെങ്കിലും ചെയ്യാനും കഴിയുള്ളൂ. ഈ സർജറിയോടെ മോന് ഫുള്ളായിട്ട് കേൾക്കാനും കഴിയും, സംസാരവും ഡെവലപ്പ് ആകും. കാരണം ഇപ്പോൾ നമ്മൾ തെറാപ്പിക്ക് പോകുമ്പോഴത്തേക്ക് അവർ ആ ഡിവൈസ് വെച്ചാണ് തെറാപ്പി ചെയ്യുന്നത്. അതിൽ തന്നെ നല്ല മാറ്റമുണ്ട്. കാരണം ആദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തെറാപ്പി കൊണ്ട് പോകുന്നതിന് മുമ്പ് ഒന്നും നേരെ സംസാരിക്കില്ലായിരുന്നു. വെറുതെ അമ്മ എന്ന് പോലും നേരെ ക്ലിയർ വിളിക്കില്ലായിരുന്നു. തെറാപ്പിക്ക് 2.5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ തെറാപ്പി നിഷിൽ കാണിച്ചു തുടങ്ങി, കണ്ടിന്യൂ ചെയ്ത് തുടങ്ങിയത്. അപ്പം അതിനുശേഷം അമ്മ വാ അച്ചാത്ത അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് വയ്ക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് മോന് സംസാരിക്കാനും പറ്റും. കേൾവിയും ഒരു പ്രോബ്ലം ഇല്ല, അതെല്ലാം മാറും. പിന്നെ ലൈഫ് ലോങ് ആയിട്ട് അത് വെച്ചാൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. വേറൊരു സർജറിയിലും ഇതും മാറില്ല. ആ ഓട്ടോ ഓടിക്കെട്ടുന്നത് വെച്ചാണ് നമ്മളെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. തന്നെയും അതും എല്ലാ ദിവസവും കറക്റ്റ് പോകാനും പറ്റില്ല. മോൻ എന്തെങ്കിലും വൈകായി വരുമ്പോഴും പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയമൊന്നും ഒന്നും നടക്കില്ല. വേറെ വരുമാനമില്ല. ഞാനും വീട്ടിൽ തന്നെ അയക്കുന്നതാണ്. ആകെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ ഓട്ടോ ഓടിക്കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ആകെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ. ആ വീട് എന്ന് പറയുന്നതും ഷീറ്റും പച്ചക്കല്ലിട്ട് കെട്ടിയ ആ വീട് ആണുള്ളത്. അതും ലോണാണ്. ഈ കുഞ്ഞിന് കേൾവിശക്തി കിട്ടാൻ നമ്മുടെ ഓരോരുത്തരുടെയും സഹായം അനിവാര്യമാണ്. ഇനി 3 ലക്ഷത്തോളം രൂപ കൂടെ ഉണ്ടെങ്കിലേ കുഞ്ഞിന് ഈ സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ. നമുക്ക് അതിനായി പരിശ്രമിക്കാം. സഹായത്തിനായുള്ള അക്കൗണ്ട് നമ്പർ ഇതോടൊപ്പം ചേർക്കുന്നു. ശരണ്യ SS ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ 129 801 001 79141, FDRL 00012998 കള്ളിക്കാട് ബ്രാഞ്ച്.